പുള്ളി ഇങ്ങനെ പണവുമായിട്ട് എല്ലാവരും സ്വാധീനിക്കാനായിട്ട് നടക്കുവാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണെയറിലേക്ക് സ്വാഗതം. ഇത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ ESI കടൽ തീരമാണ്. ഒട്ടനവധി റിസോർട്ടുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ദിവസവും കടൽ തീരത്തേക്ക് വളർന്നു വരുന്ന ഒരു റിസോർട്ട് ശൃംഖല ഇവിടെയുണ്ട്. കടലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന റിസോർട്ട് ശൃംഖല ഒരു പ്രത്യേക രീതിയിലാണ് കടലമ്മയുടെ തീരം കയ്യേറ്റം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, CRZ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കടലിൽ നിന്നും ഏകദേശം 50 മീറ്റർ പോലുമില്ല ഇങ്ങനെ റിസോർട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആ കാണുന്ന സ്ഥലത്തായിരുന്നു മതിൽ. അതിനുശേഷം അതിനിപ്പുറത്തൊരു വേലി കെട്ടി അവിടെയായി രണ്ടാമത്തെ മതിൽ. മൂന്നാമത്തെ മതിൽ കെട്ടുവാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത വേലി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവിടെ മതിൽ വരാം. മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ഒരുപാട് ആശ്രയിക്കുന്നൊരു പ്രദേശമാണിത്. ഇതിന്ന് കടലമ്മ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കടലമ്മയുടെ മറ്റൊരു റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ ഭാഗമായി വളച്ചു കെട്ടിരിക്കുന്നു. മൂദേവി അമ്മ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലുമൊക്കെ ആകാം. ഈ മൂദേവി അമ്മയും ഇപ്പോൾ കടലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. റെയിൽവേ സ്റ്റേഷൻ വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വലയും വള്ളവും വെക്കാനായിട്ട് ഒന്നിനും സമ്മതിക്കാതെ ഒരു കടലമ്മ റിസോർട്ട് സ്ഥലം കയ്യേറി മത്സ്യത്തൊഴിലാളികൾക്ക് നാട്ടുകാർക്കും വളരെ ബുദ്ധിമുട്ടായി നടന്നുകൊണ്ടുവരികയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാഴ്ചക്ക് മുന്നേ എൻ്റെ വലയും വെച്ചിരുന്ന തട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റുകയും ഒരു ഗുണ്ടായിസ എന്നോട് കാണിക്കുകയും പിന്നെ ഞാൻ കൊണ്ട് പരാതി കൊടുത്തപ്പോൾ അത് തിരിച്ചെടുത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞ് അവിടെ എഴുതി ഒപ്പുവെച്ച് പോയതിനു ശേഷം അത് അതുപോലെ ചെയ്തു തന്നില്ല. അതുമാത്രമല്ല, വീണ്ടും എൻ്റെ പേരിൽ വീണ്ടും ഒരു കള്ളക്കേസ് കൊടുക്കാനുള്ള പ്രചരണമൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. വളരെ തീരെ ഈ നാട്ടുകാർക്ക് പോലും പുള്ളിയെ ഇഷ്ടമല്ല. പുള്ളി അതുപോലെയാണ് കാണിക്കുന്നത്. പുള്ളി പറയുന്നത് ഈ കടൽ കുത്തുവരെ പുള്ളിക്ക് സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയുടെ സ്ഥലം ആദ്യം പിന്നെ വില്ലേജ് നിന്ന് ആളുകൾ വന്നു അത് പൊളിപ്പിച്ച് വീണ്ടും അത് കയ്യേറി കെട്ടി. ഇവിടെ ഒരു നല്ലൊരു കാഫലം ഉണ്ടായിരുന്ന ഒരു തെങ്ങുണ്ടായിരുന്നു. അത് പുള്ളി ആ കൊറോണ സമയത്ത് ആരുമില്ലാത്ത സമയത്ത് അത് വെട്ടിക്കളഞ്ഞു. നാട്ടുകാർക്കൊരു കരിക്കോ ഒരു തെങ്ങായി കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിൽ നിന്ന് അതില്ലാതാക്കി. എനിക്ക് ഇവിടെ 3 പ്രോപ്പർട്ടി ഉണ്ട്. അതിലൊരെണ്ണം ഈ 2എണ്ണമാണ് പുള്ളി കയ്യേറി വന്നിട്ടിരിക്കുന്നത്. കയ്യേറുന്നത് ആദ്യം ഒരു വേലി കെട്ടും പുള്ളി. എന്നിട്ട് അവിടെ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് ആരും ഇല്ലാത്ത സമയത്ത് രാത്രിയൊക്കെ അവിടെ ഒരു മതിൽ കെട്ടും. നമ്മൾ നേരം വെളുത്ത് വരുമ്പോൾ കാണുന്നത് പിന്നെ ഒരു മതിലാണ്. വീണ്ടും അതിൻ്റെ ഇപ്പുറത്ത് മാറ്റി ഒരു ചെറിയൊരു വേലിയാണ് കെട്ടി ചെടി വെക്കുക, അവിടെ വീണ്ടും കയ്യേറുക. ഇതാണ് പുള്ളി ചെയ്തിട്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് തീരെ ജീവിക്കാൻ പറ്റുന്നത് പുള്ളിയെ കൊണ്ട്. പേരറിയാം, ജയചന്ദ്രൻ, കടലമ്മ റിസോർട്ടിൻ്റെ ഓണർ. പുള്ളി ഓരോ മാസങ്ങളോളം മതിൽ കെട്ടി ഇപ്പോൾ ഇവിടം വരെയായി. അവിടെ മീനഴിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. പാവപ്പെട്ട ആൾക്കാരുടെ വലയെടുത്ത് പുള്ളി തന്നെ എടുത്തെടുത്ത് കളഞ്ഞിട്ട് കേസ് കൊടുത്തപ്പോൾ പുള്ളി പിന്നെ കള്ളക്കേസ് കൊടുത്ത് എല്ലാവരും അകത്താക്കാനുള്ള പരിപാടിയാണ് പുള്ളി ചെയ്യുന്നത്. ഇതിനെതിരെ ആരും സംസാരിക്കുന്നില്ല. പുള്ളിയുടെ പണം ഉള്ളതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് ആരും ഇതിനായിട്ട് മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ ഞങ്ങളെന്തായാലും സഹിട്ടിരിക്കുവാണ്. വിദേശ പൗരത്വമുള്ള കടലമ്മ റിസോർട്ടിൻ്റെ ഓണർക്കെതിരെ ഇത്തരത്തിലുള്ള കടൽ കയ്യേറ്റത്തിന് നിയമ നടപടികളുമായി നാട്ടുകാർ ഒന്നടങ്കം പോകാൻ പോകുകയാണ്. അതിനു മുന്നായി വില്ലേജ് ഓഫീസ് അടക്കമുള്ള അധികാര സ്ഥാപനങ്ങളിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. ശുഭപ്രതീക്ഷയോടെ ഓണെയർ.